ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേനെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാന്നുള്ളത്. അടിപൊളി സ്നാക്സ് ആണ്. ചൂട് ചായൻ്റെ കൂടെയും അതേമാതിരി തന്നെ സ്കൂളിൽ തരുമ്പോൾ പാൽ ചായൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. വേവിച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് കണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ക്യാപ്സിക്കം ക്രഷ് ചെയ്തത്, അതേമാതിരി തന്നെ സവോള, ക്യാരറ്റ്, അതേമാതിരി കാബേജ് ഇതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യം തോനെ ഉണ്ടാക്കുന്നത് ചെയ്യുന്നതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് നല്ല ഇട്ട് കൊടുക്കണം. പുഴുങ്ങിയിട്ട് നല്ല ഉടച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതേമാതിരി തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും പൊടിയും ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു കൂടുതൽ വേണമെന്ന് വെച്ചെങ്കിൽ കുരുമുളകും പൊടി, അതേമാതിരി തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ക്യാപ്സിക്കം കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ഇട്ടെടുത്താലും മതി. പിന്നെ അത് നമുക്കൊരു കുറച്ച് കരിവേപ്പില എന്ന് പറയുന്നത് കരിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലെങ്കിൽ വെറും മുട്ടയും പിന്നെ ഓയിലും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് നമ്മളതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ടൊമാറ്റോ സോസാണ്. അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് മിക്സാക്കി എടുക്കുക. ഒട്ടും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് ഉടയണം കേട്ടോ. അപ്പോഴാണിത് നല്ല സെറ്റായി നിൽക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിന്നെ മിക്സൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടല്ലോ നമ്മളൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. നമ്മൾ പരത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടും ഇതാവുന്നില്ല ഇങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുത്തിട്ട് വരാം. മൂടി വെച്ചിട്ട് കുറച്ച് സമയം കേട്ടോ, ഒരു 3-5 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ ആവി കയറി നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളകും പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഉണ്ടല്ലോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സാക്കി എടുക്കുക കേട്ടോ. ഒട്ടും പിന്നെ കട്ടാവാതെ നല്ല ലൂസും വേണ്ട നല്ല ടൈറ്റും വേണ്ട, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ച് ലൂസിലായാലും കുഴപ്പമില്ല കേട്ടോ. അതായത് ഓവർ ലൂസ് വേണ്ട. പിന്നെ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ ക്രഷ് ചെയ്തതാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ അത് നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ ആവിയൊക്കെ കയറ്റി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒട്ടും പിന്നെ മുറിയെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ആവി കയറ്റിയിട്ട് വേണം ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിത് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ഒട്ടും ഓവറാവണ്ട. നമ്മൾ ബ്രെഡ് എത്രത്തോളം വലിപ്പമുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതേമാതിരിക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ലേശം ഇട്ട് കൊടുത്തിനു. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇനി ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കയ്യിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇതിന്മേ വെച്ചിട്ട് അങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ സെറ്റായി നിന്നോളും. പിന്നെ നമ്മളിതിൽ മൈദ മിക്സാക്കി വെച്ചല്ലോ അതിൽ മുക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിലും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സെറ്റായി നിൽക്കും, പൊട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. അടിപൊളിയായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ പിന്നെ മൈദൻ്റെ മിക്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് പൊടിയിലിട്ട് എല്ലാ ഭാഗത്തും റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ നമ്മൾ ഐസിൻ്റെ ഒരു കോലുണ്ടല്ലോ അതിൽ കുത്തി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നോമ്പറക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ തന്നെ സമയത്തൊക്കെ ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓൽക്കൊരു ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ ഉള്ളിലൊന്ന് ഇത് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണമെന്നൊന്നുമില്ല, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഭംഗിക്ക് വേണ്ടിയിട്ട് അതേമാതിരി കുട്ടികളൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമൊന്നുമില്ല. അല്ലേ ഇത് ഉണ്ടാക്കാതൊക്കെ വേണ്ട കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. നമുക്കിത് മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ സൈഡ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് ആവി കയറ്റിയെടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ആവി കയറ്റിയെടുത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് കണ്ട് ഉണ്ടാക്കിയെടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തത് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ നേരം കുറേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടെടുത്ത വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതേമാതിരിക്ക് തന്നെ എല്ലാം ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ടെടുത്ത സമയത്ത് തന്നെ ഇളക്കാതെ കേട്ടോ, അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രം ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക, തിരിച്ചു മറിച്ചിട്ട് വേവിച്ചിരിക്കുക കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നല്ല ചൂടുകൾക്ക് കഴിക്കാണ്ടല്ലോ, നല്ല പാൽ ചായൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നിട്ട വീഡിയോ പിന്നെ 2 അടിപൊളി വെറൈറ്റി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ടുകൊണ്ടു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യുകൊണ്ടു. കയ്യിലുണ്ടെങ്കിൽ അതേമാതിരിക്കൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ. അടിപൊളിയാണ്.